Anjana Chandran. ഞാൻ സോഡിയക് നഴ്സിംഗ് അക്കാഡമിയുടെ ഫാക്കൽറ്റിയാണ്. സോ ഇന്ന് തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 50 MCQs ആണ്. മോസ്റ്റ് റിലവൻ്റ്ലി ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം, റീനൽ സിസ്റ്റം, ഓങ്കോളജിയിൽ നിന്നാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന എക്സാംസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോഡിയാക്കിൻ്റെ അടുത്ത ലോങ് ടേം ബാച്ച് ഉടൻ തന്നെ അനൗൺസ് ചെയ്യുന്നതാണ്. സോ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിനും വരുന്ന ശ്രീചിത്ര എക്സാംസിനും ഒക്കെ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ 20 എണ്ണം റീനൽ, അത് കഴിഞ്ഞിട്ട് റെസ്പിറേറ്ററി, ഓങ്കോളജി എന്ന ഈ പ്രാവശ്യം 10 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂറിയ ഈസ് എ വേസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റബോളിസം? അതായത് എൻ പ്രോഡക്റ്റ്, ഇതിൽ ഏതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ആണ് യൂറിയ വന്നിട്ട്? ന്യൂക്ലിക് ആസിഡ്, അമിനോ ആസിഡ്, മസിൽ ടിഷ്യൂ, കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതിൻ്റെയാണ്, ഈ തന്നിരിക്കുന്നതിൽ ഏതിൻ്റെയാണ് നമ്മുടെ യൂറിയ വന്നിട്ട് വേസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത്? സോ നമുക്കറിയാം യൂറിയ കാർബോഹൈഡ്രേറ്റിൻ്റെ എൻഡ് പ്രോഡക്റ്റ് അല്ല യൂറിയ, നമ്മുടെ അമിനോ ആസിഡിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ആണ് യൂറിയ. So answer വന്നിട്ട് ഓപ്ഷൻ ബി, amino acid is the waste product of urea. Okay, next question, which of the following is not filtered out during glomerular filtration? റീനൽ സിസ്റ്റത്തിൽ നമ്മൾ ഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ഫിൽറ്റർ ചെയ്ത് പോകുന്നത്? നമുക്ക് ഓപ്ഷൻസ്, ഈവൻ ഈ ക്വസ്റ്റ്യൻ അറിയില്ലാലും ഓപ്ഷൻസ് നമുക്ക് എടുക്കാം. ഗ്ലൂക്കോസ് ഫിൽറ്റേർഡ് ഔട്ട് ചെയ്ത് പോകാം. നെക്സ്റ്റ് വൺ, വാട്ടറും സോൾട്ടും ഫിൽറ്റർ ഔട്ട് ചെയ്യും, കാരണം അക്യുമുലേഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ലീഡ്സ് ടു വേരിയസ് അബ്നോർമാലിറ്റീസ്. ഇഫ് പ്രോട്ടീൻ ഈസ് ഫിൽറ്റേർഡ് ഔട്ട്, പ്രോട്ടീൻ ഫിൽറ്റേർഡ് ഔട്ട് ആയി പോയാൽ കണ്ടീഷൻ പറയുന്ന പേരാണ് പ്രോട്ടീൻ യൂറിയ. സോ അത് നമ്മളൊരു നോർമൽ പേഴ്സണിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫിൽറ്റേർഡ് ഔട്ട് ഡ്യൂറിങ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ വന്നിട്ട് പ്രോട്ടീൻസ് ആണ് ഗ്ലോമറുലർ ഫിൽട്രേഷനിൽ ഫിൽറ്റേർഡ് ഔട്ട് ചെയ്ത് പോകാത്തത്. ഓക്കെ, next question, renal pyramids are separated by the renal system anatomy portion എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. renal pyramids are separated by renal cortex, renal medulla, renal columns and renal pelvis. So renal pyramids are separated by, your answer is option C, renal columns. Okay, next one, what is the average GFR of an adult? ഒരു അഡൾട്ട് പേഷ്യൻറ്റിൻ്റെ ആവറേജ് GFR വന്നിട്ട് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എത്രയാണ്? സോ ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ 180 ലിറ്റർ പെർ ഡേ, 1 ml പെർ ഡേ അല്ല, 1500 ml പെർ ഡേ അല്ല, 10 ml പെർ ഡേ അല്ല. ഓപ്ഷൻ വന്നിട്ട് 180 ലിറ്റർ പെർ ഡേ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, active transporter substances from blood into nephron is called dash. എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടർ സബ്സ്റ്റൻസസ്? ഗ്ലോമറുലർ ഫിൽട്രേഷൻ ആണ്. ഓപ്ഷൻസ് വന്നിട്ട് ഇത് മൂന്നുമാണ്. ഈ ഫസ്റ്റ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ, ഓപ്ഷൻ ബി ട്യൂബുലാർ സെക്രീഷൻ, ഓപ്ഷൻ സി ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഓസ്മോസിസ്. ഓസ്മോസിസ് നമുക്ക് ഇടാം. ബാക്കി ഈ മൂന്ന് സ്റ്റെപ്സ് വന്നിട്ട് ഗ്ലോമറുലർ ഫിൽട്രേഷനിൽ അല്ലെങ്കിൽ ഗ്ലോമറുലർ ഫിൽട്രേഷനിൽ വരുന്ന 3 സ്റ്റെപ്സ് ആണ്. ഗ്ലോമറുലർ ഫിൽട്രേഷൻ, ട്യൂബുലാർ സെക്രീഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. സോ ക്വസ്റ്റ്യൻ once again, active transporter substance from blood into nephron is called tubular secretion. Okay, option B ആണ് tubular secretion. Next one, the total capacity of urinary bladder. എത്ര യൂറിന് നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ ടോട്ടലി ഹോൾഡ് ചെയ്യാൻ പറ്റും? 0.5 ലിറ്റർ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി 1 ലിറ്റർ, ഓപ്ഷൻ സി 1.5 ലിറ്റർ ആൻഡ് ഓപ്ഷൻ ഡി 2 ലിറ്റർ. സോ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി 1 ലിറ്റർ. The total capacity of urinary bladder is 1 liter.
Next question. An irresistible urge to void urine occurs when bladder volume increase to. ഇത് ആക്ച്വലി ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആഡ് ചെയ്യാം? ദ റെസിജ്വൽ വോളിയം ഓഫ് യൂറിൻ, അതായത് എത്രയാണ് നമ്മുടെ യൂറിനിൽ ഇറസിസ്റ്റിബിൾ അർജ് ടു വോയിഡ് യൂറിൻ occurs when bladder volume increase to. ആൻസർ വന്നിട്ട് ആൻസർ ബി 600 ml. Options: option A 400 ml, option B 600 ml, and option C 1000 ml, and option D 800 ml. Okay. And next question. Progressive increased level of blood urea nitrogen, BUN full form vannittu blood urea nitrogen indicate dash. Progressive increased level of blood urea nitrogen. ക്വസ്റ്റിനെ തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ബ്ലഡ് യൂറിയ നൈട്രജൻ വന്നിട്ട് ഏത് നമ്മുടെ കിഡ്നിയുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ റീനൽ സിസ്റ്റവുമായിട്ട് നമ്മൾ ചെയ്യുന്ന വൺ ഓഫ് ദ സ്പെസിഫിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ് സെറം ക്രിയാറ്റിനും ബ്ലഡ് യൂറിയ നൈട്രജനും. സോ ബ്ലഡ് യൂറിയ നൈട്രജൻ്റെ ഇൻക്രീസ്ഡ് ലെവൽ കാണുന്നത് ഇതിലേതാണ്? ഇതിൽ ഓപ്ഷൻസ് കുറച്ചുകൂടെ സിമ്പിൾ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ സിറോസിസ് ഓഫ് ലിവർ, ഓപ്ഷൻ ബി ഡീഹൈഡ്രേഷൻ, option C renal failure, and option D hyperthyroidism. So progressive increased level of blood urea nitrogen വന്നിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഓപ്ഷൻ സി ആണ് റീനൽ ഫെയിലിയർ. കാര്യം ബാക്കി ഒന്നും തന്നെ നമ്മുടെ റീനൽ സിസ്റ്റത്തിൽ നിന്നോ നോട്ട് റിലേറ്റഡ് ടു റീനൽ സിസ്റ്റം ആണ്. സിറോസിസ് ഓഫ് ലിവർ ആണ് ആയാലും റീനൽ സിസ്റ്റം അല്ല. ഡീഹൈഡ്രേഷനും ഓക്കെ ദർ ഇസ് നോ പ്രോഗ്രസീവ് ഇൻക്രീസ് ലെവൽ. അവിടെ ഡീഹൈഡ്രേഷനിൽ പൊതുവെ സിറം ക്രിയാറ്റിൻ വാല്യൂ ഒക്കെയാണ് ഡീഹൈഡ്രേഷനിൽ കൂടുന്നത്. ഹൈപ്പർതൈറോയിഡിസത്തിൽ നമ്മൾ അധികം തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റും TSH ഒക്കെയാണ് T3, T4, TSH ആണ് നോക്കുന്നത്. സോ പ്രോഗ്രസീവ് ഇൻക്രീസ് ലെവൽ ഓഫ് ബ്ലഡ് യൂറിയ നൈട്രജൻ ഇൻഡിക്കേറ്റ് റീനൽ ഫെയിലിയർ. Okay, the increased serum level blood urea nitrogen, creatinine and uric acid indicates renal failure. Okay, and question number 9. Chronic renal failure causes all except ശ്രദ്ധിച്ചിരിക്കണം. Chronic renal failure causes all except option A hypertension. So what occurs if patient having chronic renal failure? Option A hypertension, option B hyperkalemia, option C hypercalcemia, and option D hypocalcemia. So what is the chronic renal failure causes all? So hypercalcemia. Chronic renal failure patients il നമുക്ക് hypertensive ആയിരിക്കും. They are almost hypertensive. Almost അല്ല, they are hypertensive and hyperkalemia and they have a hypocalcemia. Hypercalcemia അല്ല, അവിടെ അവർക്ക് വരുന്നത് hypocalcemia ആണ്. Okay. Next one, cystolithotomy means removal of stones from option A bladder, option B gallbladder, option C kidney, and option D ureter. Cystolithotomy. Lithotomy വന്നിട്ട് ഒരു പൊസിഷൻ ആണ്. ഫൗണ്ടേഷൻസിൽ പറയുന്ന നമ്മുടെ ഒരു പൊസിഷൻ ആണ്. ലെഗ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൊരു പൊസിഷൻ ആണ് ലിത്തോട്ടമി. സിസ്റ്റോലിത്തോട്ടമി വന്നിട്ട് ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഇതിൽ ഏതിൻ്റെ സ്റ്റോൺസ് എവിടെ നിന്ന് റിമൂവ് ചെയ്യണതായിരിക്കും? സിസ്റ്റൈറ്റിസ് വന്നിട്ട് യൂറിനറി ട്രാക്ട് UTI ആണ് സിസ്റ്റൈറ്റിസ്. സോ സിസ്റ്റോലിത്തോട്ടമി ഇവിടെ നമുക്ക് ഈവൻ നമുക്ക് ഓപ്ഷൻ സി തന്നെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും? ക്യാച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ വന്നിട്ട് ബ്ലാഡർ, ഓപ്ഷൻ ബി ഗോൾ ബ്ലാഡർ, ഓപ്ഷൻ സി കിഡ്നി, ആൻഡ് ഓപ്ഷൻ ഡി യുറീറ്റർ. ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ബ്ലാഡർ. ബ്ലാഡറിൽ നിന്ന് സ്റ്റോൺസ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് സിസ്റ്റോലിത്തോട്ടമി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11th question. The major chemical compound found in human kidney stones. Human kidney stones കാണപ്പെടുന്ന മേജർ കെമിക്കൽ കോമ്പൗണ്ട്. ഓപ്ഷൻ എ യൂറിയ, ഓപ്ഷൻ ബി കാൽസ്യം ഓക്സലേറ്റ്, ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ്, ഓപ്ഷൻ ഡി കാൽസ്യം സൾഫേറ്റ്. The major compound found in the chemical compound found in kidney stones. So answer calcium. കാൽസ്യം ആണ്. കാൽസ്യത്തിന് ഏത് കോമ്പിനേഷൻ എന്നും കൂടാണ് നോക്കേണ്ടത്. സോ ആൻസർ കാൽസ്യം ഓക്സലേറ്റ്. കാൽസ്യം ഓക്സലേറ്റ് is the major compound found in kidney stones.
Okay, next question. Hydronephrosis is dash. Option A, dilation of intestine, dilation of stomach, option C, dilation of gallbladder, and option D, dilation of kidney. So, direct question. Options are tricky options. So, we can directly collect from the option itself. So, dilation of intestine, hydronephrosis. Nephro, ആ word catch ചെയ്യുക. Nephro എന്താണ് കിഡ്നിയുമായിട്ട് റിലേറ്റഡ് ആണ്. So, there is no need of any option അല്ലേ. Dilation of kidney ആണ് നമ്മുടെ ആൻസർ വന്നിട്ട് hydronephrosis. Okay. Answer D. Hydronephrosis വന്നിട്ട് dilation of kidney. Option D. Then question number 13. What is a common problem with the peritoneal dialysis? If a patient with peritoneal dialysis, what is the major complication or common problem? Option A, nausea. Option B, insomnia. Option C, abdominal infection. And option D, respiratory problems. Everything can be expected for a patient, but the most specific problem to that patient who had undergone peritoneal dialysis. So, it was that one, option C, abdominal infection. So, option C, abdominal infection. Okay. Next question. Question number 14. Which of the following factors causes the nausea associated with the renal failure? So, if a patient with a renal failure can complains with the nausea. So, what is the root cause for that patient with the that patient having nausea? So, option A, oliguria. Option B, gastric ulcers. And option C, alkalosis. Option D, accumulation of metabolic waste. That is ഇപ്പോൾ നമുക്ക് മെറ്റബോളിക് വേസ്റ്റിൻ്റെ റീനൽ ഫെയിലിയർ വിട്ടാൽ പോലും നമുക്ക് ഡീറേഞ്ച്മെൻറ്റിന് നമ്മുടെ ഹോമിയോസ്റ്റാസിസിലൊക്കെ ഒരു ഡീറേഞ്ച്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മെറ്റബോളിക് വേസ്റ്റിൻ്റെ ഡീറേഞ്ച്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ആണ് എന്താണ് നമുക്ക് നോസിയേറ്റഡ് ഉണ്ടാകുന്നത്. സോ ഇൻ ക്രോണിക് റീനൽ ഫെയിലിയർ പേഷ്യൻസിൽ നമ്മുടെ പൊട്ടാസ്യം, കാൽസ്യം ആൻഡ് എല്ലാ എന്താണ് നമ്മുടെ അതുപോലെ തന്നെ മെറ്റബോളിക് വേസ്റ്റുകൾ BUN, ക്രിയാറ്റിൻ വാല്യൂസ് ലെവൽസ് ഒക്കെ ഡീറേഞ്ച്ഡ് ആയിരിക്കും. സോ അവർക്ക് ക്രോണിക് റീനൽ ഫെയിലിയർ പേഷ്യൻസിന് നോസിയ വരാനുള്ള റീസൺ വന്നിട്ട് അക്യുമുലേഷൻ ഓഫ് മെറ്റബോളിക് വേസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് തെറാപ്യൂട്ടിക് ഡയറ്റ് അഡ്വൈസ്ഡ് ഫോർ children with acute renal failure. Option A, low protein and high carbohydrate. Option B, low protein and high carbohydrate and fat. Option C, high protein and carbohydrate. Option D, high protein and fat. Chronic renal failure patients acute renal failure patients പ്രോട്ടീൻ ലോസ് ഉണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ എത്രത്തോളം റീപ്ലേസ് ചെയ്താലും ദേ ഹാവ് പ്രോട്ടീൻ ലോസ്. സോ നമ്മൾ ലോ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കുക. നെക്സ്റ്റ് വൺ, അവർക്ക് എന്താണ് അവർക്ക് വേസ്റ്റേജ് ഓഫ് എനർജി ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ലോ പ്രോട്ടീൻ ആൻഡ് ഹൈ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ് ആണ് സപ്ലിമെൻറ്റഡ് ഫോർ ദോസ് ചിൽഡ്രൻ ഓർ പേഷ്യൻസ് സഫറിങ് ഫ്രം അക്യൂട്ട് റീനൽ ഫെയിലിയർ. Okay, option B, low protein, high carbohydrate and fat. Okay, question number 16. The client is diagnosed with acute renal failure. Which laboratory values are most significant for diagnosing acute renal failure? So, specific to നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നായിരുന്നു. അതായത് റീനൽ ഡിസീസ് ഉള്ള പേഷ്യൻസിന് സ്പെസിഫിക് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ നമ്മൾ ഏത് വാല്യൂസിലാണ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് വൺ ഓപ്ഷൻ എ വന്നിട്ട് ബ്ലഡ് യൂറിയ, നൈട്രജൻ ആൻഡ് ക്രിയാറ്റിൻ. ഓപ്ഷൻ ബി WBC ആൻഡ് ഹീമോഗ്ലോബിൻ. ഓപ്ഷൻ സി പൊട്ടാസ്യം ആൻഡ് സോഡിയം. ഓപ്ഷൻ ഡി ബിലിയറൂബിൻ ആൻഡ് സോഡിയം. പേഷ്യൻറ്റിന് വന്നിട്ട് റീനൽ ഫെയിലുവർ ആണ്.
സോ വാല്യൂസ് എപ്പോഴും കാണിക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ ക്രിയാറ്റിൻ വാല്യൂ, ബ്ലഡ് യൂറിയ നൈട്രജനുമാണ് നമ്മൾ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ഡയഗ്നോസിങ്. എലിവേറ്റഡ് BUN ആൻഡ് ക്രിയാറ്റിൻ ആണ് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു വാല്യൂസ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 17, the most significant complication in a patient undergoing chronic peritoneal dialysis. Option A, pulmonary embolism. Option B, hypotension. Option C, dyspnea. Option D, peritonitis. നമ്മുടെ പേഷ്യൻറ്റിന് എന്നിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. പ്രീവിയസ് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ദ എക്സ്പെക്റ്റഡ് കോംപ്ലിക്കേഷൻ നമ്മളെപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ട വൺ ഓഫ് ദ കോംപ്ലിക്കേഷൻ വന്നിട്ട് പെരിറ്റോണൈറ്റിസ് ആണ്. സോ അബ്ഡോമിനൽ ഇൻഫെക്ഷൻസും പെരിറ്റോണൈറ്റിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉള്ള പേഷ്യൻസിന് മോസ്റ്റ് കോമൺലി കണ്ടുവരുന്ന ഒരു കോംപ്ലിക്കേഷൻ. So question number 18, which of the following cannot be corrected by dialysis? അപ്പോൾ ഡയാലിസിസ് വഴി കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഏതാണ്? ഓക്കെ, ഓപ്ഷൻ എ ഹൈപ്പർനട്രീമിയ, ഓപ്ഷൻ ബി ഹൈപ്പർകലീമിയ, ഓപ്ഷൻ സി എലിവേറ്റഡ് ക്രിയാറ്റിൻ ആൻഡ് ഓപ്ഷൻ ഡി ഡിക്രീസ്ഡ് ഹീമോഗ്ലോബിൻ. സോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഹൈപ്പർനട്രീമിയ, അതായത് സോഡിയം ലെവൽസ് കൂടുന്നതാണ്. നമുക്കത് കറക്റ്റ് ചെയ്യാം. ഡയാലിസിസിൻ്റെ സമയത്ത് സോഡിയം നമ്മൾ ഡയാലിസിസ് റിമൂവ് ചെയ്താൽ അതായത് നമ്മുടെ മെറ്റബോളിക് വേസ്റ്റുകൾ റിമൂവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഹോമിയോസ്റ്റാസിസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡീറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഡീറേഞ്ച്ഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യാം. സോ ഹൈപ്പർനട്രീമിയ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഹൈപ്പർ കലീമിയയും സെയിം. ക്രിയാറ്റിൻ ലെവല് ഡയാലിസിസ് ഒക്കെ കഴിയുന്ന പേഷ്യൻസിന് ക്രിയാറ്റിൻ ലെവൽ നമുക്ക് എന്താണ്? എലിവേറ്റഡ് ക്രിയാറ്റിൻ, നമുക്ക് ക്രിയാറ്റിൻ ലെവൽ കം ടു നോർമൽ ആണ്. ഡിക്രീസ്ഡ് ഹീമോഗ്ലോബിൻ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം നമുക്ക് ഡയാലിസിസിൽ കൂടെ ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഓപ്ഷൻ ഡി ഡിക്രീസ്ഡ് ഹീമോഗ്ലോബിൻ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് question number 19, what is the cause of anemia in chronic renal failure? Okay, option A decreased erythropoietin, option B hemolysis, option C production of immature RBCs, option D inappropriate renal functioning. റീനൽ ഫെയിലിയർ പേഷ്യൻസിലും ഡയാലിസിസ് പേഷ്യൻസിലും അവരെപ്പോഴും അനീമിക് ആയിരിക്കും. അവരുടെ ഒരു ബോർഡർ ലൈൻ വന്നിട്ട് 6 to 8 ഒക്കെ തന്നെ അവർക്ക് എന്താണ് അതിൻ്റെ ആ ഒരു അക്യൂട്ട് ഓൺസെറ്റ് സ്റ്റേജിൽ മാത്രമേ ഓൺസെറ്റ് സ്റ്റേജിലൊക്കെ ഹീമോഗ്ലോബിൻ അങ്ങനെ ദെൻ കണ്ടിന്യൂസ്ലി പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ബിലോ 6 ഒക്കെ ആയിരിക്കും മിക്കവാറും റീനൽ പേഷ്യൻസിന്. റീസൺ വന്നിട്ട് എന്താണ്? എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഫാക്ടർ അവരുടെ ബോഡിയിൽ കുറവാണ്. എറിത്രോപോയിറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യണത് കിഡ്നിയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഡിക്രീസ്ഡ് എറിത്രോപോയിറ്റിൻ ഈസ് ദ റീസൺ ബിഹൈൻഡ് the cause of anemia in patients with chronic renal failure. Okay, option A. Then next one, normal value of serum urea. Renal system പഠിക്കുമ്പോൾ നമ്മൾ യൂറിയയുടെയും ക്രിയാറ്റിൻ്റെയും നോർമൽ വാല്യൂ പഠിച്ചു വെച്ചിരിക്കണം. ഓപ്ഷൻ എ വന്നിട്ട് 50 to 40 mg/dl milligram percentage, option B 30 to 45 milligram percentage, option C 35 to 40 milligram percentage and option D 40 to 60 milligram percentage. So answer normal value serum urea by heart ചെയ്യേണ്ടതാണ് 50 to 40 milligram percentage. So an additional question, normal value serum creatinine 0.6 to 1.2 or up to 1.4 milligram percentage is the normal value of serum creatinine. So ഇപ്പം നമ്മൾ 20 ക്വസ്റ്റ്യൻസ് റീനൽ സിസ്റ്റത്തിൽ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഇനി 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്നാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 21, ദ ട്രക്കിയ ഓർ വിൻഡ്പൈപ്പ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർട്ടിലേജ് റിങ്സ്. ഷേപ്പ് ഓഫ് ദീസ് റിങ്സ്, കാർട്ടിലേജ് റിങ്സ് വന്നിട്ടാണ് നമ്മുടെ ട്രക്കിയ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അവിടെ അതിൻ്റെ ഷേപ്പ് എന്താണ്? സോ സി ഷേപ്പ്ഡ് കാർട്ടിലേജേനിയസ് റിങ്സ് വെച്ചിട്ടാണ് നമ്മുടെ ട്രക്കിയ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഓപ്ഷൻസ് വന്നിട്ട് ഓപ്ഷൻ എ സി ഷേപ്പ്ഡ്, ഓപ്ഷൻ ബി എസ് ഷേപ്പ്ഡ്, ഓപ്ഷൻ സി കോൺ ഷേപ്പ്ഡ്, ഓപ്ഷൻ ഡി സ്ട്രൈറ്റ്. സോ ഓപ്ഷൻ എ സി ഷേപ്പ്ഡ് റിംഗ് കാർട്ടിലേജിനസ് റിങ്സ്
എന്താണ് എന്താ നമ്മുടെ ട്രക്കിയ ഓർ വെയിൻ പൈപ്പ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് cartilage rings, C-shaped cartilage rings. Question number 22. During swallowing, food is stopped from entering the larynx by the which organ? Option A, esophagus, option B, pharynx, option C, eustachian tube, and option D, epiglottis. During swallowing, food is stopped from entering the larynx by ഈസോഫാഗസ് അല്ല. ഈസോഫാഗസ് വന്നിട്ട് നമുക്ക് ഓപ്ഷനിൽ നിന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈസോഫാഗസ് വന്നിട്ട് നമ്മുടെ ഫുഡ് പൈപ്പാണ്. ഫാരിങ്സ് അവിടെ ഇരിക്കട്ടെ. യൂസ്റ്റേഷ്യൻ ട്യൂബ് വന്നിട്ട് ഇയർ ബാലൻസിനുള്ള ഇതാണ്. സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇയർ. ആൻഡ് എപ്പിഗ്ലോട്ടിസ്. സോ നമുക്ക് ബി ആണോ ഡി ആണോ എന്ന് നോക്കാം. ആൻസർ വന്നിട്ട് എപ്പിഗ്ലോട്ടിസ്. സോ ഫുഡ് എവിടോട്ട് എൻ്ററിങ് ദ ലാരിങ്സ്, ലാരിങ്സിലോട്ട് എൻ്റർ ചെയ്യാനായിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യുന്നത് എപ്പിഗ്ലോട്ടിസ് ആണ്. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 23. ദ സർഫക്റ്റൻ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ. സോ ഡെഫിഷ്യൻസി സർഫക്റ്റൻ്റ് ലീഡ്സ് ടു ഇതിലേതോ ഒരു അസുഖം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. ഓപ്ഷൻ എ അല്ലെങ്കിൽ ഇതിലൊരു ഡിസീസ് പ്രോസസ്സിലോട്ട് ലീഡ് ചെയ്യുന്നു. ഓപ്ഷൻ എ ബ്രോങ്കിയക്ടാസിസ്, option B prevention of pulmonary embolism, option C prevention of collapse of alveoli, and option D prevention of emphysema. So surfactant is responsible for option C prevention of alveoli collapse. alveoli collapse prevent ചെയ്യാനായിട്ടാണ് prevent ചെയ്യുകയാണ് സർഫക്റ്റന്റിന്റെ ഡ്യൂട്ടി. Question number 24. Abnormal dilation of bronchi is referred as. So ഇതിലൊരു ഡിസീസ് കണ്ടീഷൻ്റെ ഡെഫിനീഷൻ ആണ് മോള് തന്നിരിക്കുന്നത്. നമ്മൾ abnormal dilation of bronchi is referred as dash. Option A emphysema, option B bronchiectasis, option C pneumonia, option D bronchitis. Abnormal dilation of bronchi is referred as ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫെക്ഷൻ ആണ്. നമ്മുടെ ഒരു വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ന്യൂമോണിയ. ഓപ്ഷൻസ് ബാക്കിയെല്ലാം ഡിലീറ്റ്. അപ്പോൾ ന്യൂമോണിയ നമുക്ക് മാറ്റാം. ബ്രോങ്കൈറ്റിസ് വന്നിട്ട് ഒരു ഇൻഫെക്ഷൻ കോസ്ഡ് ബ്രോങ്കയുടെ ഒരു ഇൻഫെക്ഷൻ ആണ് ബ്രോങ്കൈറ്റിസ്. എംഫൈസീമയും ഒരു എയർ ഫിൽഡ് ലങ്സ്, അതായത് ആൽവിയോളയിലൊക്കെ എയർ ഫിൽ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. So abnormal dilation of bronchi വന്നിട്ട് bronchiectasis. Then question number 26. Incendious spirometry mainly used to, അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസിൽ നമ്മൾ ഇൻസെൻഡിയസ് സ്പൈറോമെട്രി മെയിൻലി കാർഡിയാക് സർജറി പേഷ്യൻസ് ആൻഡ് അബ്ഡോമിനൽ സർജറി പേഷ്യൻസിന് നമ്മൾ ഇൻസെൻഡിയസ് സ്പൈറോമെട്രി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ പ്രൊലോങ്ഡ് സർജറി ഡ്യൂറേഷൻ സർജറി പേഷ്യൻസിൽ മെയിൻലി കാർഡിയക് സർജറി പേഷ്യൻസിന് ഇൻസെൻഡിയസ് സ്പൈറോമെട്രി പ്രീ ഓപ്പറേറ്റീവ് ടീച്ച് ചെയ്യാറുണ്ട്. സോ വൈ വി ആർ ഗിവിംഗ് ഇൻസെൻഡിയസ് സ്പൈറോമെട്രി? ഓപ്ഷൻ എ പ്രിവെന്റ് അത്ലറ്റാക്സിസ്, ഓപ്ഷൻ ബി പ്രിവെന്റ് ന്യൂമോതൊറാക്സ്, ഓപ്ഷൻ സി പ്രൊമോട്ട് വൂണ്ട് ഡ്രെയിനേജ്, ആൻഡ് ഓപ്ഷൻ ഡി പ്രൊമോട്ട് ഏർലി ആംബുലേഷൻ. താഴെയുള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് പോവാം. ഏർലി ആംബുലേഷൻ ചെയ്യാനായിട്ട് സ്പൈറോമെട്രിയുടെ ആവശ്യമില്ല. അവർ ആംബുലേറ്റ് ചെയ്താൽ മതി. സെക്കൻഡ് ഡേയിൽ സ്പൈറോമെട്രി വേണമെന്നില്ല. നെക്സ്റ്റ് വൺ വൂണ്ട് ഡ്രെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ICD ഇന്റർകോസ്റ്റൽ ഡ്രെയിനേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രെയിനേജ് റിമൂവ് ചെയ്യാൻ കത്തീറ്റർ ഇട്ട് ഡ്രെയിൻ ചെയ്താൽ മതി. ന്യൂമോതൊറാക്സ് പ്രിവെൻറ്റ് ചെയ്യാനാണോ അത്ലറ്റാക്സിസ് ആണോ? സോ എന്തായിരിക്കും അത്ലറ്റാക്സിസ് എന്ന്? എന്താണ്? നമ്മുടെ ലങ് കൊളാപ്സ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണ്. ലങ് കൊളാപ്സ് പ്രിവെൻറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശമാണ്. ഓപ്ഷൻ എ പ്രിവെൻറ്റ് അത്ലറ്റാക്സിസ് ആൻഡ് ഓപ്ഷൻ ബി പ്രിവെൻറ്റ് ന്യൂമോതൊറാക്സ്. സോ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ പ്രിവെൻറ്റ് അത്ലറ്റാക്സിസ്. Okay, question number 27. Volume remaining in the lungs and airways following a maximum respiratory effort is known as. At the end, the lung volumes and the lung capacities in the expect the questions are remaining in the lungs. After a maximum respiratory effort in a shesham, എന്തായിരിക്കും റിമൈൻ ചെയ്യുന്നത്? ഓക്കെ, ആൻസർ വന്നിട്ട് റെസിജ്വൽ വോളിയം ആണ്.
റെസിജ്വൽ വോളിയമാണ് നമ്മുടെ അറ്റ് ദ എൻഡ്, അതായത് റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ മാക്സിമം റെസ്പിറേറ്ററി എഫോർട്ടിന് ശേഷം ലങ്സ് റിമൈൻ ചെയ്യുന്ന ലങ് വോളിയമാണ് റെസിജ്വൽ വോളിയം. Okay, next question. Question number 27. Which of the following monoclonal antibody is approved for the treatment of asthma? ആസ്മയ്ക്ക് യൂസ് ചെയ്യുന്ന monoclonal antibody ഏതാണ്? So, option A, bevacizumab, omalizumab, cetuximab and trastuzumab. So, ഇതിലെ ഓപ്ഷൻ വന്നിട്ട് ആൻസർ വന്നിട്ട് ഒമാലിസുമാബ് എന്ന് പറയുന്ന ഡ്രഗ് ആണ് നമ്മൾ ആസ്മയുടെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന മോണോക്ലോണൽ ആന്റിബോഡി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 28. The exercise that would be most beneficial for a client with a COPD. COPD ക്ലയന്റിന് കൊടുക്കാൻ പറ്റുന്ന the best exercise അല്ലെങ്കിൽ റെസ്പിറേറ്ററി എക്സസൈസ് ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ കൺട്രോൾഡ് ബ്രീത്തിങ്, ഓപ്ഷൻ ബി വിസിലിംഗ് വൈൽ എക്സ്ഹേലിംഗ്, ഓപ്ഷൻ സി ഡീപ് ബ്രീത്തിങ് ആൻഡ് ഓപ്ഷൻ ഡി യൂസ് ഓഫ് സ്പൈറോമീറ്റർ. So the exercise that would be most beneficial for a client with a COPD. Deep breathing ആണ്. Okay. Option C, deep breathing ആണ് നമ്മൾ COPD clientsന് കൊടുക്കാൻ പറ്റുന്ന എക്സസൈസ്. Okay, next question, question number 29. A disease condition caused by bacteria and characterized by fluid filled alveoli and inflammation. So, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. സോ ഇതൊരു നമ്മുടെ ഡിസീസ് കണ്ടീഷന് ഡെഫിനിഷൻ തന്നിട്ട് അത് ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. ഫ്ലൂയിഡ് ഫിൽഡ് ആൽവിയോളി ആൻഡ് ഇൻഫ്ലമേഷൻ. സാർസ് വന്നിട്ട് ഒരു വൈറൽ ഡിസീസ് ആണ്. അമൈലോയിഡോസിസ് ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണ്. ദെൻ ARDS അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, സർഫക്റ്റന്റ് ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന റെസ്പിറേറ്ററി ഫെയിലിയർ ആവുന്ന ഒരു കണ്ടീഷനാണ്. ദെൻ ന്യൂമോണിയ. ന്യൂമോണിയ സോ ഒരു ബാക്ടീരിയൽ കണ്ടീഷനാണ്, ക്യാരക്ടറൈസ്ഡ് ബൈ ആൽവിയോളി വിത്ത് ഫ്ലൂയിഡ് ഫിൽഡ് ആൻഡ് ഇൻഫ്ലമേഷൻ. സോ ഓപ്ഷൻ വന്നിട്ട് നമ്മുടെ ഓപ്ഷൻ ഡി ന്യൂമോണിയ. Then question number 30. A diagnosis of pneumonia is typically achieved by which of the following diagnostic test? Confirmatory test അല്ലെങ്കിൽ ഒരു which from the following, അതായത് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് നമ്മുടെ ന്യൂമോണിയയുടെ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്? ഫസ്റ്റ് വൺ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ്, നമ്മുടെ ABG അനാലിസിസ്. ഓപ്ഷൻ ബി ചെസ്റ്റ് എക്സ്റേ, ഓപ്ഷൻ സി ബ്ലഡ് കൾച്ചേഴ്സ്, ഓപ്ഷൻ ഡി സ്പ്യൂട്ടം കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി. സോ ന്യൂമോണിയ കുറച്ചുകൂടെ നമുക്ക് ബെസ്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിനിക്കൽ മെത്തേഡ് വന്നിട്ട് സോ ഡയഗ്നോസ്റ്റിക് മെഷർ വന്നിട്ട് സ്പ്യൂട്ടം കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. സോ ഏർലി മോർണിംഗ് സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഡയഗ്നോസിസ് ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. Okay, then 31. Paradoxical respiration is most commonly seen in option A congestive heart failure, option B obstructive airway disease, option C cardiac tamponade and option D flail chest. So paradoxical respiration can be most commonly seen in which of the following? Paradoxical respiration സാധാരണ കാണുന്നത് റിബ് ഫ്രാക്ചർ ആയ പേഷ്യൻസിലാണ്. സോ ഫസ്റ്റ് പാരഡോക്സിക്കൽ റെസ്പിറേഷൻ എന്നാണ് നോക്കാം. അതായത് നമ്മൾ റെസ്പിറേഷൻ എടുക്കുമ്പോൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴാണെങ്കിലും എക്സ്ഹെയിൽ ചെയ്യുമ്പോഴാണെങ്കിലും ആ ഡയഫ്രമാറ്റിക് മൂവ്മെൻറ്റ്, അതായത് ഇൻക്ലൂഡിങ് ഡയഫ്രം നമ്മുടെ മൂവ്മെൻറ്റ് വന്നിട്ടൊരു സൈക്ലിക് മെത്തേഡാണ്. വെൻ വി ഇൻഹെയിൽ, ഓക്കെ, എന്താണ് ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഡയഫ്രം ഇൻവേർഡ്സ് ആകുന്നു, മാക്സിമം നമ്മുടെ ലങ്സ് ഒക്കെ ഫില്ല് ചെയ്യുന്നു. പിന്നെ എക്സ്ഹെയിൽ ചെയ്യുമ്പോഴത്തേക്കും ഔട്ട്വേർഡ്സ്, ആ മൂവ്മെൻറ്റ് ഒരു സൈക്ലിക് മെത്തേഡിലാണ്. ബട്ട് ഇൻ പാരഡോക്സിക്കൽ റെസ്പിറേഷൻ വന്നിട്ട് അവിടെ ഒരു എന്താണ് ഇംബാലൻസ് മീൻസ് അതായത് ഒരു സൈക്ലിക് മാനർ പോകുന്നു. അത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ റിബ് ഫ്രാക്ചർ ഒക്കെ ഉള്ള പേഷ്യൻസിന് ഇൻഹെയിൽ ചെയ്യുമ്പോൾ ആ ഡയഫ്രത്തിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്, അതായത് ആ ചെസ്റ്റ് മൂവ്മെൻറ്റ് എന്തായിരിക്കും, വൈസ് വേഴ്സ് ആയിരിക്കും. നമുക്കൊരു കണ്ടിന്യൂസ് ആയൊരു കണ്ടിന്യൂറ്റി അവിടെ നഷ്ടപ്പെടും. സോ
അത് സാധാരണ കണ്ടുവരുന്നത് ഫ്ലെയിൽ ചെസ്റ്റിലാണ്. പാരഡോക്സിക്കൽ റെസ്പിറേഷൻ ഈസ് മോസ്റ്റ് കോമൺലി സീൻ ഇൻ ഫ്ലെയിൽ ചെസ്റ്റ്. And question number 32, a client has paroxysmal nocturnal dyspnea. Okay, patient having dyspnea. Which of the following medication does a nurse anticipate will be prescribed by the physician? നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് ഒരു പേഷ്യൻ്റ് വന്നു. പേഷ്യൻറ്റിന് നൊക്ടേണൽ ഡിസ്നിയ when he lying or എന്താ പരോക്സിമൽ നൊക്ടേണൽ ഡിസ്നിയ ഉണ്ട്. നമ്മളതിൽ ഏത് ഡ്രഗ് ആയിരിക്കണം കൊടുക്കേണ്ടത്? ലിഡോക്കെയിൻ ആണോ? ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ബ്യൂമെറ്റാനൈറ്റ്. ഓപ്ഷൻ സി പ്രൊപ്രനലോൾ. ഓപ്ഷൻ ഡി യൂറോകൈനേസ്. പരോക്സിമൽ നൊക്ടേണൽ ഡിസ്നിയ ഉള്ള പേഷ്യൻറ്റിന് ഫ്ലൂയിഡ് ഓവർലോഡ് ആയിരിക്കും. അപ്പോൾ ഓവർലോഡ് ഫ്ലൂയിഡ് ആകുമ്പോൾ എന്ത് ചെയ്യണം? ഫ്ലൂയിഡ് റിമൂവ് ചെയ്യണം. നമുക്ക് അവിടെ പേഷ്യൻറ്റിനെ നെഗറ്റീവ് ആക്കണം. സോ ബ്യൂമെറ്റാനൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രൂസിമൈഡ് ആണ്. ലിഡോക്കെയിൻ ഒരു സെഡേറ്റീവ് ആണ്, അനാൽജസിക് ആണ്. പ്രൊപ്രനലോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രാൽ എന്ന് പറയുന്ന ടാബ് ഇൻട്രാൽ പ്രൊപ്രനലോൾ ആണ്. യൂറോകൈനേസ് നമ്മുടെ സ്ട്രെപ്റ്റോകൈനേസ് ഒക്കെ പോലെ ത്രോംബോലൈറ്റിക് ഏജന്റ് ആണ്. സോ നമുക്ക് അതിനെ മൂന്നിനെയും റിമൂവ് ചെയ്താൽ ആൻസറിലോട്ട് എത്താവുന്നതാണ് ഓപ്ഷൻ ബി ബ്യൂമെറ്റാനൈഡ്. അതായത് നമ്മുടെ ലാസിക്സ് ഫ്രൂസിമൈഡ് കാറ്റഗറിയിൽ വരുന്നത്. ഇറ്റ്സ് ഡയൂററ്റിക്. Question number 33, pleural effusion is also known as option A pneumothorax, option B hydrothorax, option C hemothorax and option D spontaneous pneumothorax. Pleural effusion means pleural fluid accumulate ചെയ്യുവാണ്. So answer വന്നിട്ട് hydrothorax. Pleural effusion is otherwise known as hydrothorax. Okay, next one. Low pitched continuous gurgling sound caused by secretion in the large airways. So നമുക്ക് അപ്പോൾ സൗണ്ട്സിനെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം. ഇത് കണ്ടിന്യൂസ് ഗർഗ്ലിംഗ് സൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ലോ പിച്ച്ഡ് കണ്ടിന്യൂസ് ഗർഗ്ലിംഗ് സൗണ്ട് കോസ്ഡ് ബൈ നമ്മുടെ എയർവേസിൽ സെക്രീഷൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ലോ പിച്ച്ഡ് ഗർഗ്ലിംഗ് സൗണ്ട്. വീസിങ് വന്നിട്ട് നമുക്ക് ഇത്ര അറിയാം, ഇറ്റ്സ് എ ഹൈ പിച്ച്ഡ് മ്യൂസിക്കൽ സൗണ്ട്. സെക്രീഷൻസ് തന്നെയാണ്, പക്ഷേ ആ സൗണ്ടിന് പറയുന്നത് ഹൈ പിച്ച്ഡ് മ്യൂസിക്കൽ സൗണ്ട്. നമ്മുടെ റോങ്കൈ നിൽക്കട്ടെ, ക്രാക്കിൾ വന്നിട്ട് എന്താണ്? ലോ പിച്ച്ഡ് മ്യൂസിക്കൽ സൗണ്ട് ആണ്. സോ സ്ട്രൈഡർ വന്നിട്ട് നമ്മുടെ ഈ അപ്പർ എയർവേ ഏരിയയിൽ സെക്രീഷൻസ് ഇരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു സൗണ്ട്, റെസ്പിറേറ്ററി സൗണ്ട് ആണ്, അബ്നോർമൽ റെസ്പിറേറ്ററി സൗണ്ട് ആണ് സ്ട്രൈഡർ. ദെൻ കമ്മിങ് ടു റോങ്കൈ, റോങ്കൈ ഇസ് എ ലോ പിച്ച്ഡ് കണ്ടിന്യൂസ് ഗർഗ്ലിംഗ് സൗണ്ടിനെയാണ് നമ്മൾ റോങ്കൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ അവർ ആൻസർ ക്രാക്കിൾ എന്ന് പറയുന്നത്. സോ ക്രാക്കിൾ ഇസ് എ ലോ പിച്ച്ഡ് കണ്ടിന്യൂസ് ഗർഗ്ലിംഗ് സൗണ്ട് കോസ്ഡ് ബൈ സെക്രീഷൻ ഇൻ ലാർജ് എയർവേസ്. സോ ഒരു കറക്ഷൻ, വീസിങ് വന്നിട്ട് ഹൈ പിച്ച്ഡ് മ്യൂസിക്കൽ സൗണ്ടും റോങ്കൈ ലോ പിച്ച്ഡ് മ്യൂസിക്കൽ സൗണ്ട്. ക്രാക്കിൾ ആണ് നമ്മുടെ ലോ പിച്ച്ഡ് കണ്ടിന്യൂസ് ഗർഗ്ലിംഗ് സൗണ്ട്. ഈ ക്രാക്കിൾസ് നമുക്ക് ഫ്ലൂയിഡ് ഓവർലോഡുള്ള ഹാർട്ട് ഫെയിലിയർ പേഷ്യൻസിലൊക്കെ ക്രാക്കിൾസ് ഒക്കെ നമുക്ക് കേൾക്കാവുന്നതാണ്. Question number 35, treatment of choice in tension pneumothorax. Tension pneumothorax in a treatment of choice. Option A water seal drainage, option B needle drainage, option C suctioning and option D postural drainage. Okay, നമ്മുടെ ആൻസർ വന്നിട്ട് needle drainage ആണ്. Option B needle drainage is the treatment of choice in patient with a tension pneumothorax. Okay, question number 36. A male client is admitted to a scenario വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Male client is admitted to the hospital with a blunt chest trauma after a motor vehicle accident. The first nursing priority for this client would be to. ഇവിടെ ഇയാളോട്ട് പേഷ്യൻ്റ് വന്നിരിക്കുകയാണ്, ബ്ലണ്ട് ചെസ്റ്റ് ട്രോമയാണ്. സോ നമ്മുടെ ഫസ്റ്റ് നഴ്സിംഗ് പ്രയോറിറ്റി ഓപ്ഷൻ എ അസസ് ദ ക്ലയൻറ്റ്സ് എയർവേ, ഓപ്ഷൻ ബി പ്രൊവൈഡ് പെയിൻ റിലീഫ്, ഓപ്ഷൻ സി എൻകറേജ് ഡീപ് ബ്രീത്തിങ് ആൻഡ് കഫിംഗ്, ഓപ്ഷൻ ഡി സ്പ്ലിൻ ദ ചെസ്റ്റ് വോൾ വിത്ത് എ പില്ലോ. സോ നമ്മുടെ ആൻസർ വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എയർവേ ആണ് അസസ് ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ABC അല്ലെങ്കിൽ എയർവേ സർക്കുലേഷൻ ബ്രീത്തിങ്. സോ അസസ് ദ ക്ലയൻറ്റ്സ് എയർവേ
Answer option A. Then question number 37. Which medication should the nurse anticipate ordering for a client diagnosed with ARDS, acute respiratory distress syndrome ഉള്ള പേഷ്യൻറ്റിനെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ്? So option A, an aminoglycoside antibiotic. Option B, a synthetic surfactant. Option C, a potassium cation. And option D, a NSAID. So we know ARDS ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കോസ് വന്നിട്ട് സർഫക്റ്റൻറ്റിൻ്റെ കുറവാണ്. സോ ഡ്രഗ് ഓഫ് ചോയ്സ് എ സിന്തറ്റിക് സർഫക്റ്റൻറ്റ്. ഓപ്ഷൻ ബി. Question number 38. Which of the following drug is not available as metered dose inhaler? Salbutamol, aminophylline, albuterol, terbutaline. So salbutamol ആണെങ്കിലും ഇതിൽ ഏത് ഡ്രഗാണ് MDIയിൽ യൂസ് ചെയ്യാത്തത്? So these all are bronchodilators. പക്ഷേ ഇമ്മീഡിയറ്റ് ആക്ഷൻ പറഞ്ഞാൽ നമ്മുടെ സാൽബുട്ടമോളും ആൽബുട്ടറോളും ടെർബുട്ടാളിനുമാണ്. അമിനോഫിലിൻ നമ്മൾ മീറ്റർ ഡോസ് ഇൻഹേലേഴ്സിൽ യൂസ് ചെയ്യാറില്ല. സോ ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 38ൻ്റെ കറക്റ്റ് ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 39. ആസ്മ ഈസ് ബെസ്റ്റ് ക്യാരക്ടറൈസ്ഡ് ആസ്. ഈ ഫോളോയിങ് സെന്റൻസിൽ ആസ്മ ബെസ്റ്റ് ക്യാരക്ടറൈസ്ഡ് ആസ്. ഓപ്ഷൻ എ, ആൻ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഓഫ് എയർവേ. Option B, a steady progressive disease. Option C, an obstructive disease with a loss of alveolar walls. Option D, a chronic obstructive disorder characterized by mucus production. So the answer വന്നിട്ട് ആസ്മ എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഓഫ് എയർവേ. ഏതൊരു അലർജൻറ്റ് വന്നാലും മതി, ഈവൻ നമ്മുടെ ഡസ്റ്റ് വന്നാലും മതി, സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ so there is an inflammatory reaction to the particular allergen. So it's an inflammatory response of airway. Okay, so option A. So the last question from respiratory system. The largest volume of air which can be expelled from the lungs during maximal expiration. Expel ചെയ്യാൻ പറ്റുന്നതാണ്. So ഇതിൽ ഏതാണ് expel ചെയ്യാൻ പറ്റുന്നത്? Option A, tidal volume. Option B, residual volume. Option C, inspiratory reserve volume. And option D, expiratory reserve volume. So question നമ്മൾ ഒരു സെന്റൻസ് ഉണ്ട്, expiration. Expiration. Okay, largest volume of air. Coming to answer, expiratory reserve volume. So the answer is option D. So in last 10 questions from oncology. അധികം scenarios തന്നെയാണ്. So a diagnosis of Hodgkin's disease was made to a 58-year-old man and is admitted for the initial cycle of chemotherapy. During the hospitalization, the nurse should watch out for the following complication except. So ഇതിൽ ഏത് കോംപ്ലിക്കേഷൻ ആണ് നഴ്സ് വാച്ച് ചെയ്യേണ്ടത്? എക്സെപ്റ്റ് ആണ്. During the hospitalization, the nurse should watch for the following complication except. Option A, fertility problems. Option B, benign prostatic hyperplasia. Option C, secondary cancer. And option D, infection. So here our answer BPH. Okay. Next question. Question number 42. The nurse is reviewing the chart of a client who is newly diagnosed with a chronic lymphocytic leukemia, that is CLL. Which of the following laboratory values is expected to be C? So option A, elevated AST and ALT. Then option B, thrombocytopenia and increased lymphocyte. Option C, elevated sedimentation rate. Simply നമ്മുടെ ESR ആണ് ഈ option C. Option D വന്നിട്ട് uncontrolled proliferation of granulocyte. So AST നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് നമുക്ക് ആൻസറിലോട്ട് വരാം. AST ALT വന്നിട്ട് നമ്മുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ വരുന്നതാണ്. നമുക്ക് CLL ആണ് നമ്മുടെ പേഷ്യൻറ്റിന്. ESR നമുക്ക് മാറ്റാം, സെഡിമെന്റേഷൻ റേറ്റ് ആണ്. then ഓപ്ഷൻ B ആണോ D ആണോ നോക്കാം. ഓക്കെ, ഹിയർ അവർ ആൻസർ
is answer B. Thrombocytopenia, increased level of lymphocyte and thrombocytopenia is the laboratory value expected for a patient with chronic lymphocytic leukemia. So proliferation of granulocytes നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യമില്ല. So this is the clinical lab value. Question number 43. Which of the following statements is correct about the rate of cell growth in relation to chemotherapy? Chemotherapy rate of cell division കൂടെ നോക്കുമ്പോൾ there is which of the correct about the rate of cell growth in relation to chemotherapy? Option A, faster growing cells are more susceptible to chemotherapy. Option B, faster growing cells are less susceptible to chemotherapy. Option C, slower growing cells are more susceptible to chemotherapy. And D, non-dividing cells are more susceptible to chemotherapy. Answer ലോട്ട് നോക്കാം. Option A ആണ് ആൻസർ. ഇത് നമുക്കറിയാം വാട്ട് ഈസ് ക്യാൻസർ, അതായത് റാപ്പിഡ് പ്രോളിഫറേഷൻ, ഈ അൺകൺട്രോൾഡ് പ്രോളിഫറേഷൻ ഓഫ് സെൽസ് ആണ് ക്യാൻസർ. സോ നമുക്കപ്പോൾ കീമോതെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ആണ്. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫാസ്റ്റ് ഗ്രോയിങ് സെൽസിനെ എന്ത് ചെയ്യുക? ഇൻഹിബിറ്റ് ചെയ്യുക. സോ faster growing cells are more susceptible to chemotherapy. Next question, question number 44. A client with a leukemia has neutropenia. Which of the following functions must be frequently assessed? Option A, breath sounds. Option B, heart sounds. Option C, bowel sounds. And option D, blood pressure. Leukemia patient having neutropenia. So which of these should be frequently assessed? Breath sounds. So there is more chance for irregularity in breath sounds. So നമുക്ക് frequently assess ചെയ്യേണ്ടത് breath sounds ആണ്. Question number 45. Which of the following substances has abnormal values early in the course of multiple myeloma? Multiple myelomയുടെ earliest stages which of these following values has increased? Okay. അല്ലെങ്കിൽ abnormality. Option A, red blood cells. Option B, immunoglobulins. Option C, white blood cells. And option D, platelets. So answer option B, immunoglobulins. So multiple myeloma at the earliest abnormal values in immunoglobulins. Okay. Next question. Giving instructions for breast self-examination is particularly important for a client with which of the following medical problems? As we all know, reproductive age after reproductive age alla engil polum reproductive age ilaanengilum so after 15 or our age nu shesham every woman should do breast self-examination once in a month. So idile which of these candidate is most നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ മീൻസ് അത് എല്ലാവരും ഇനീഷ്യേറ്റീവ് ചെയ്യണം. ദെൻ വിച്ച് ഓഫ് ദീസ് പേഴ്സൺ ഷുഡ് ഫ്രീക്വൻലി ഓർ സ്ട്രിക്ട്ലി assess breast self examination. Okay. Option A, ovarian cancer. Option B, endometrial polyps. Option C, cervical dysplasia. And option D, dermoid cyst. So here നമ്മുടെ ആൻസർ ovarian cancer ആണ്. സെക്കൻഡ് നമ്മുടെ മെറ്റാസ്റ്റാസിസിനുള്ള മെറ്റാസ്റ്റാസിസ് ചാൻസസ് കൂടുതൽ വരുന്നത് അത് ഓൾറെഡി ദേ ഹാവ് എ ഹിസ്റ്ററി ഓഫ് ഒവേറിയൻ ക്യാൻസർ. സോ ദ റിമൈനിങ് ഒരു എൻഡോമെട്രിയൽ പോളിപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് സെർവിക്കൽ ഡിസ്പ്ലേഷ്യ. ഓപ്ഷൻ ഡി ഡെർമോഡ്. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഹാവിങ് എ ഹിസ്റ്ററി ഓഫ് CA അവർക്കൊരു സെക്കൻഡറി ഒക്കറൻസ് അല്ലെങ്കിൽ ഒരു മെറ്റാസ്റ്റാസിസ് ഉണ്ടാവാനുള്ള ചാൻസസും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ദേ ഷുഡ് ബി സ്ട്രിക്ട്ലി അസസ്സിങ്. ഓക്കെ. So question number 47. Which of the following type of lung cancer has best prognosis? Simple question ആണ്. നമ്മൾക്ക് frequently അറിയാവുന്നതാണ് ഒരു ആൻസർ. ഓപ്ഷൻ A, squamous cell. ഓപ്ഷൻ B, small cell carcinoma. ഓപ്ഷൻ C, adenocarcinoma. And option D, none of these. So squamous cell carcinoma ആണ് നമ്മുടെ best prognosis വരുന്നത്. ഓപ്ഷൻ A, squamous cell lung carcinoma. Question number 48. Warning signs and symptoms of lung cancer. Lung cancer warning signs and symptoms are persistent cough,
bloody sputum, dyspnea. So, need one more symptom from the options. Okay, dyspnea and which of the other following symptoms? Option A, generalized weakness. Option B, recurrent pleural effusion. Option C, dizziness, and option D, hypotension. So, what is that? നമുക്ക് ആ specific to lung നമുക്ക് ഓർത്താൽ മതി. Recurrent pleural effusion. Remaining ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് lung ക്യാൻസറിന്റെ സിംറ്റംസ് തന്നിട്ടുണ്ട്. ഇനി ദ റിമൈനിങ് എന്നൊരു ഫോളോയിങ് സിംറ്റംസ് കൂടാണ്. So that is നമ്മുടെ answer B, recurrent pleural effusion. So question number 49, which of the following complications are the three main consequences of leukemia? Option A, anemia, infection and bleeding tendencies. Leukemia main consequences ആണ്. Option B, bone deformities, spherocytosis and infection. Option C, polycythemia, decreased clotting time and infection. Option D, lymphocytopoiesis, growth delays and hirsutism. So, നമുക്ക് ആൻസറിലോട്ട് തന്നെ പോവാം. Anemia, infection, bleeding tendencies ആണ് leukemia patientsലെ main consequences. Okay. Last question. Which of the following types of leukemia carries the best prognosis? So, best prognosis lung cancer, squamous cell lung carcinoma ആണ്. Then best type of leukemia, basophilic leukemia, acute lymphoblastic leukemia, acute myelogenous leukemia and eosinophilic leukemia. So, coming to answer, okay, നമ്മൾ by heart ചെയ്യേണ്ട questions ആണ്. Acute lymphoblastic leukemia ആണ് നമ്മളുടെ best prognosis ഉള്ള leukemia. Okay. So, ഇത് ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 50 questions from respiratory, renal system and oncology. So, questions revise ചെയ്യുക. So, answers ഒക്കെ frequently ask ചെയ്തിരിക്കുന്ന questions ആണ് അധികവും include ചെയ്തിരിക്കുന്നത്. So, you can revise this. Thank you.